ഹായ് ഹലോ എവരി വൺ. അപ്പോൾ ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകുന്നത്. അപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത് +1 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർഭാഗമായ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിൻ്റെ പാർട്ട് 1 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ആ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് നമുക്ക് സൊസൈറ്റിയിൽ ജീവിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ മീഡിയ, പൊളിറ്റിക്സ്, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ടാണ് ഓരോന്നും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ടീച്ചർ ഡിസ്കസ് ചെയ്യുന്നത് ഫാമിലിയെ പറ്റിയാണ്. ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫങ്ഷൻസ്, ടൈപ്സ് ഓഫ് ഫാമിലി, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുക, നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യുക. അടുത്ത പാർട്ട് 2-ൽ നെക്സ്റ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ടീച്ചർ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫാമിലി എന്താണെന്ന് നോക്കാം. The family is a fundamental social institution that plays a critical role in the socialization of individuals and the transmission of culture. It typically consists of individuals related by blood, marriage, or adoption and can take various forms, including nuclear families, extended families, and chosen families. അപ്പോൾ നമുക്കറിയാമല്ലേ, നമ്മളെല്ലാവരും ഓരോ ഫാമിലിയുടെ മെമ്പേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു ഫാമിലിയുടെ റോൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ രൂപപ്പെടുന്നതിന് ഫാമിലിക്ക് വളരെയധികം പങ്കുണ്ട്. അതായത് നമുക്കറിയാം, നമ്മുടെ അമ്മയുടെ മടിത്തട്ടാണ് നമ്മുടെ ആദ്യത്തെ വിദ്യാലയം എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ ഫാമിലിയിലും ഉള്ള പാരൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ സ്വഭാവത്തിലുണ്ടായിരിക്കും. അതാണ് നമ്മൾ ഓരോ സൊസൈറ്റിയിലേക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത്. അതാണ് നമ്മുടെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് അല്ലാത്ത കേസും ഉണ്ട് കേട്ടോ. ഞാനൊരു കോമൺ കാര്യം പറഞ്ഞതാണ്. നല്ല മൂല്യങ്ങളും പിന്നെ അതുപോലെ തന്നെ മോറൽ തോട്ട്സൊക്കെ ഉള്ള ഫാമിലിയിൽ നിന്ന് വരുന്നവർക്ക് അതുപോലെയുള്ള മൂല്യങ്ങളൊക്കെ കാണും. ചില റെയർ കേസസും ഉണ്ട്. അപ്പോൾ അതാണ് ഫാമിലിയുടെ റോൾ എന്ന് പറയുന്നത്. ഒരു ഫണ്ടമെൻ്റൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി, അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചർ. നമ്മളൊരു കൾച്ചർ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് പാസ് ചെയ്യുന്നത് ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ് അല്ലേ. പക്ഷേ ഇപ്പം മോഡേണൈസേഷൻ, അത് വെസ്റ്റേണൈസേഷൻ, ഗ്ലോബലൈസേഷനൊക്കെ വന്നതോടുകൂടി കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും ട്രഡീഷണൽ കൾച്ചേഴ്സ് ഫോളോ ചെയ്യുന്ന ഫാമിലീസിനെ നമുക്ക് ഇന്നും കാണാൻ പറ്റും. ടിപ്പിക്കലി കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് റിലേറ്റഡ് ബൈ ബ്ലഡ്. അപ്പോൾ നമുക്കറിയാം ഫാമിലി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബ്ലഡ്, അതായത് രക്തബന്ധം എന്ന് പറയും. പിന്നെ മാരേജ് റിലേഷൻഷിപ്പ് അല്ലേ, ഒരു കുടുംബം മറ്റൊരു കുടുംബമായിട്ട് കൂടിച്ചേരുന്നതിനെ നമ്മൾ മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ മാരേജ് നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കുട്ടികൾ അല്ലെ, ഗ്രാൻഡ് ചിൽഡ്രൻ, പിന്നെ അതൊക്കെയാണ് ഒരു ഫാമിലിയിലെ കണക്ഷൻസ് എന്ന് പറയുന്നത് അല്ലേ, ഒരു കൺസിസ്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ. പിന്നെ അഡോപ്ഷൻ, നമുക്കറിയാം കുട്ടികളില്ലാത്തവർ ഓർഫനേജിൽ നിന്ന് കുട്ടികളെ ദത്തെടുക്കാറുണ്ട്. അവർ ഒരു ഫാമിലിയുടെ പാർട്ടായിട്ട് മാറാറുണ്ട്. അവർക്ക് എഡ്യൂക്കേഷനും അതുപോലെ ബേസിക് കാര്യങ്ങളൊക്കെ ആ പാരൻസ് ചെയ്ത് കൊടുക്കുകയും അവരൊരു ഫാമിലിയായിട്ട് മാറാറുണ്ട്. നമുക്ക് ഫാമിലീസിനെ പല ടൈപ്സിൽ കാണാം. ന്യൂക്ലിയർ ഫാമിലീസ് ഉണ്ട്, ജോയിൻറ്റ് ഫാമിലീസ് ഉണ്ട്, അതിനെ എന്താ പറയുക ചോസൻ ഫാമിലീസ് ഉണ്ട്. അങ്ങനെ ഇന്നത്തെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ലിവിങ് ടു ദ റിലേഷൻഷിപ്പും കാണാറുണ്ട്. ലീഗലി ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടാവില്ല, അവർ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിക്കുന്നു, അങ്ങനെ ഒരു ഫാമിലി രൂപപ്പെടുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഫാമിലിയെ പറ്റി പറയാനുള്ളത്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ഫാമിലിയാണ്. ഇപ്പോൾ ടീച്ചർ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻസ് ഓഫ് ദ ഫാമിലി. അതിൽ ഐസൊലേഷൻ, സാമൂഹികവൽക്കരണം. ഫാമിലീസ് ആർ ദ പ്രൈമറി കണ്ടെക്സ്റ്റ് വെർ ഇൻഡിവിജ്വൽസ് ലേൺ സോഷ്യൽ നോംസ്, വാല്യൂസ്, ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ പ്രാക്ടീസസ്. അപ്പം നമുക്കറിയാം വ്യക്തികൾ, സാമൂഹിക മാനദണ്ഡങ്ങൾ, മൂല്യങ്ങൾ, ഭാഷ, സാംസ്കാരിക സമ്പ്രദായങ്ങൾ എന്നിവ പഠിക്കുന്ന പ്രാഥമിക പശ്ചാത്തലമാണ് കുടുംബങ്ങൾ. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണത് ഇൻട്രൊഡക്ഷനിൽ. ഒരു വ്യക്തി എന്താണോ ആയിത്തീരേണ്ടത്, അതായത് വ്യക്തിയുടെ സ്വഭാവവൽക്കരണം അല്ലെ, സോഷ്യലൈസേഷൻ, അതൊക്കെ നടക്കുന്നത് ഒരു ഫാമിലിയിൽ നിന്നാണ്. പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടുന്നത് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ്. സംസ്കാരം, അതുപോലെ തന്നെ വാല്യൂസ്, നോംസ്, സോഷ്യൽ നോംസ്, ഇതൊക്കെ കിട്ടുന്നത് ഫാമിലിയിൽ നിന്നാണ്. അടുത്തത് ഇമോഷണൽ സപ്പോർട്ട്. ഫാമിലീസ് പ്രൊവൈഡ് ഇമോഷണൽ
security and support, helping individuals cope with stress and providing a sense of belonging. അത് വൈകാരിക പിന്തുണ. നമുക്കറിയാം, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഫസ്റ്റ് നമുക്ക് ആരെയാണ് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ പാരൻസിനെയും അതുപോലെ നമ്മുടെ കുടുംബാംഗങ്ങളെയാണ്. അവർ നമുക്ക് വൈകാരിക സുരക്ഷയും പിന്തുണയും നൽകുന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായാൽ അവരതിനെ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നമുക്ക് നൽകുന്നു. അതായത് നമുക്ക് സ്വന്തം എന്നൊരു ബോധം, അല്ലേ, നമ്മുടെ സ്വന്തം, നമുക്ക് എന്തും പോയി പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്ത് സപ്പോർട്ടും ഇമോഷണൽ സപ്പോർട്ടും ഒക്കെ തരുന്നത് ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ വളരെ സത്യസന്ധതയോടു കൂടിയും കേൾക്കുകയും അതിന് സത്യസന്ധമായ രീതിയിലുള്ള പിന്തുണയും സപ്പോർട്ടും അതോടൊപ്പം തന്നെ സൊല്യൂഷനും തരാൻ പറ്റുന്നത് നമ്മളെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പാരൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഗ്രാൻഡ് പാരൻസ് ഒക്കെ നമുക്ക് അത്രയും നല്ലൊരു ഇമോഷണൽ സപ്പോർട്ട് തരുന്നുണ്ട്. അതാണ് ഒരു ഫങ്ഷൻ. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു സോഷ്യലൈസേഷൻ, സെക്കൻഡ് വൺ ടീച്ചർ പറഞ്ഞത് ഇമോഷണൽ സപ്പോർട്ട്. മൂന്നാമത്തെ കാര്യം റീപ്രൊഡക്ഷൻ. നമുക്കറിയാം, ഫാമിലി ഫെസിലിറ്റീസ് ബയോളജിക്കൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ എൻഷുവറിങ് ദ കണ്ടിന്യൂഷൻ ഓഫ് സൊസൈറ്റി. അപ്പോൾ നമുക്കറിയാം, മാരേജ് എന്ന് പറയുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ മാരേജിലൂടെ പുതിയ തലമുറകൾ ഉണ്ടാകുന്നു, അല്ലെ, പുതിയ ജനറേഷൻ ഉണ്ടാകുന്നു. അതാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് സൊസൈറ്റി ഉണ്ടാവണമെങ്കിൽ, അല്ലെ, നമ്മൾ മാത്രം ജീവിച്ചാൽ പോരാ, നാളെയും സൊസൈറ്റീസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂഷൻ ഓഫ് സൊസൈറ്റി, അതിന് ഫാമിലി വളരെ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യുൽപാദനമാണ് ഉദ്ദേശിക്കുന്നത്. ജീവശാസ്ത്രപരവും സാമൂഹികപരമായ പ്രത്യുൽപാദനം കുടുംബങ്ങൾ സുഗമമാക്കുന്നു. അടുത്ത എക്കണോമിക് സപ്പോർട്ട്. അതായത് ഫാമിലീസ് ഓഫൺ പ്രൊവൈഡ് എക്കണോമിക് സപ്പോർട്ട്, പൂളിംഗ് റിസോഴ്സസ് ആൻഡ് ഷെയറിംഗ് റെസ്പോൺസിബിലിറ്റീസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദിയർ മെമ്പേഴ്സ്. പറയാം, നമുക്ക് എന്തെങ്കിലും ഒരു എക്കണോമിക് സപ്പോർട്ട്, സാമ്പത്തിക പിന്തുണ കിട്ടണമെങ്കിൽ നമ്മൾ ഫാമിലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക, അല്ലേ. സാമ്പത്തിക പിന്തുണ നൽകുകയും അവരുടെ അംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിഭവങ്ങൾ സമാഹരിക്കുകയും ഉത്തരവാദിത്തങ്ങൾ പങ്കിടുകയും ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഒരു പാരൻസ്, അതായത് അമ്മയും അച്ഛനും കുട്ടിയും ഗ്രാൻഡ് പാരൻസൊക്കെ അടങ്ങുന്ന ഒരു ഫാമിലി ആണെങ്കിൽ അവിടെ അച്ഛനും അമ്മയും ജോലിക്ക് പോവുകയും കുട്ടികൾക്ക് ആവശ്യമായും ഗ്രാൻഡ് പാരൻസിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അവർക്ക് വേണ്ട വസ്ത്രം, അവർക്ക് വേണ്ടുന്ന ആവശ്യമായ പണം, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ഭക്ഷണം, മറ്റ് സാധനങ്ങൾ, ഹെൽത്തിന് ആവശ്യമായ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റാലിറ്റി വേണമെങ്കിൽ അതൊക്കെ അവരായിരിക്കും നൽകുന്നത്. ഗ്രാൻഡ് പാരൻസിൻ്റെ സപ്പോർട്ടും ചിലപ്പോൾ ഉണ്ടാവും. അവർ മുൻകാലങ്ങളിൽ ജോലി ചെയ്തിരുന്നവരാണെങ്കിൽ അവരും എന്ത് ചെയ്യും, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും അവരുടെ മക്കൾക്ക് വേണ്ടി അവർ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു സാമ്പത്തിക പിന്തുണ അല്ലെങ്കിൽ എക്കണോമിക് സപ്പോർട്ട്, ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഫാമിലിയിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. അതുപോലെ സ്വത്തുക്കളാണെങ്കിലും തലമുറകളായിട്ടാണ് സ്വത്തുക്കളും അവർ കൊടുക്കുന്നത്. അത് വേറെ ഇവിടെ നമുക്ക് സാമ്പത്തികമൊന്നും കിട്ടില്ല. അപ്പോൾ അതാണ് ഒരു ഫംഗ്ഷൻ. മറ്റു ഫംഗ്ഷനാണ് റെഗുലേഷൻ ഓഫ് സെക്ഷുവൽ ആക്ടിവിറ്റി. Families help regulate sexual behavior and provide a structured environment for procreation. ലൈംഗിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം, അതായത് ലൈംഗിക പെരുമാറ്റം നിയന്ത്രിക്കാനും പ്രത്യുൽപാദനത്തിന് ഒരു ഘടനാപരമായ അന്തരീക്ഷം നൽകാനും കുടുംബങ്ങൾ സഹായിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ചൈന പോലുള്ള വലിയ രാജ്യങ്ങളൊക്കെ ജനസംഖ്യ കൂടുതലായതുകൊണ്ട് ഒരു കുട്ടി മതി എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തിനാണ്? നമ്മുടെ സൊസൈറ്റിനെ നിയന്ത്രിക്കാനാണ്. അപ്പോൾ ഒരു കുട്ടി വേണം, ആ കുട്ടിക്ക് എല്ലാ രീതിയിലുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തുക. അപ്പോൾ ഒരുപാട് കുട്ടികളായി കഴിഞ്ഞാലും ആ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ളൊരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ നല്ല റിസോഴ്സസോ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ലൈംഗിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണവും ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇത്രയൊക്കെയാണ് ഫാമിലിയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ടീച്ചർ ഒന്നും കൂടി പറയാം ഫങ്ഷൻസ്. ഒന്ന് സോഷ്യലൈസേഷൻ, സാമൂഹികവൽക്കരണം. സെക്കൻഡ് വൺ ഇമോഷണൽ സപ്പോർട്ട്, വൈകാരിക പിന്തുണ. ഇതാണ് രണ്ട് ഫങ്ഷൻ. മൂന്നാമത്തെ ഫങ്ഷൻ റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനം. എക്കണോമിക് സപ്പോർട്ട്, സാമ്പത്തിക പിന്തുണ. ലാസ്റ്റ് വൺ റെഗുലേഷൻ ഓഫ് സെക്ഷുവൽ ആക്ടിവിറ്റി, ലൈംഗിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം. അടുത്തതായിട്ട് പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് ഫാമിലി സ്ട്രക്ചേഴ്സ് ആണ്. അതിനകത്ത് ന്യൂക്ലിയർ ഫാമിലി നമുക്കറിയാം കൺസിസ്റ്റ് ഓഫ് 2 പാരൻസ് ആൻഡ് ദെയർ ചിൽഡ്രൻ ലിവിങ് ടുഗദർ. 2 മാതാപിതാക്കളും അവരുടെ കുട്ടികളും ഒരുമിച്ച് താമസിക്കുന്നതാണ് ന്യൂക്ലിയർ ഫാമിലി. അപ്പോൾ ഇന്ന് നമുക്ക് കോമൺ ആയിട്ട് ന്യൂക്ലിയർ ഫാമിലീസ് കാണാൻ സാധിക്കും. അടുത്തത് എക്സ്റ്റെൻഡഡ് ഫാമിലി, അതായത് വിപുലീകൃത കുടുംബങ്ങൾ, ഇൻക്ലൂഡിംഗ് റിലേറ്റീവ് ബിയോണ്ട് ദ ന്യൂക്ലിയർ ഫാമിലി സച്ച് ആസ് ഗ്രാൻഡ് പാരൻസ്, ഓൺസ്, അങ്കിൾസ് ആൻഡ് കസിൻസ്. അപ്പം മുത്തശ്ശി മുത്തശ്ശന്മാർ, അമ്മായി അമ്മമാർ, അമ്മാവന്മാർ, കസിൻസ്, അങ്ങനെ ഗ്രാൻഡ് ചിൽഡ്രൻ ഒക്കെ തുടങ്ങി വിപുലമായ ഒരു കുടുംബം, വലിയൊരു കുടുംബം നമ്മൾ ജോയിൻറ്റ് ഫാമിലി എന്നും കൂടി പറയും.
അതിനെയാണ് നമ്മൾ ഏക കുടുംബത്തിന് പുറത്തുള്ള ബന്ധുക്കൾ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഒരുപാട് ബന്ധുക്കളും ബന്ധുമിത്രാദികളൊക്കെ അടങ്ങുന്ന വലിയൊരു കുടുംബത്തിനാണ് നമ്മൾ വിപുലീകൃത കുടുംബം, എക്സ്റ്റൻഡഡ് ഫാമിലി അല്ലെങ്കിൽ ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളത് സിംഗിൾ പാരൻറ്റ് ഫാമിലി. അപ്പോൾ നമുക്കറിയാം കൺസിസ്റ്റ് ഓഫ് വൺ പാരൻറ്റ് ആൻഡ് ദിയർ ചിൽഡ്രൻ. അതായത് ഒരൊറ്റ മാതാപിതാക്കളുടെ കുടുംബം. അതായത് ചിലപ്പം മാതാവും പിതാവും സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിവോഴ്സ് ആവുകയോ അല്ലെങ്കിൽ മാറി താമസിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ മാതാവോ പിതാവോ അവരുടെ കുട്ടികൾ മാത്രം ഉൾപ്പെടുന്നു. ഒന്നുകിൽ അമ്മയുടെ കൂടെ ഒരു കുട്ടി അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ ഒരു കുട്ടി. അതാണ് സിംഗിൾ പാരൻറ്റ് ഫാമിലി. അടുത്തത് ബ്ലെൻഡഡ് ഫാമിലി. അതായത് ഫോംഡ് വിത്ത് 2 families മെർജ് ഡ്യൂ ടു റീമാരേജ് ഇൻക്ലൂഡിങ് സ്റ്റെപ്പ് സിബ്ലിങ്സ് ആൻഡ് സ്റ്റെപ്പ് പാരൻസ്. അതായത് രണ്ടാനച്ഛൻ രണ്ടാനമ്മയും ഉൾപ്പെടെ പുനർവിവാഹം മൂലം 2 കുടുംബങ്ങൾ ലയിക്കുമ്പോൾ അല്ലേ, അതായത് രണ്ടാനച്ഛൻ അവരുടെ മക്കൾ, രണ്ടാനമ്മ അവരുടെ മക്കൾ, അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടുണ്ടാകുന്ന ഒരു ഫാമിലിനാണ് നമ്മൾ ബ്ലെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. ആ 2 കുടുംബങ്ങളും തമ്മിൽ ലയിക്കുമ്പോൾ ഒരു ബ്ലെൻഡഡ് ഫാമിലി ഉണ്ടാകുന്നു. അങ്ങനെ ആ അച്ഛനും അമ്മയ്ക്കും ഒരു കുഞ്ഞുണ്ടാകുന്നു. അതാണ് ബ്ലെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. ഇത്രയാണ് ഫാമിലിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ഫാമിലി, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ടൈപ്സ് ഓഫ് ഫാമിലീസ്. അപ്പോൾ ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.